എന്നുള്ളത്. പക്ഷെ സമാനമായ ഒരു കേസ് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് നാട്ടുകാരൊക്കെ അറിയാന്നുള്ളതാണ്. അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നമ്മുടെ ഗോപൻ സ്വാമിയുടെ വിഷയം തന്നെയാണ്. നമ്മുടെ ബാലരാമപുരം ആറാലമൂട് നടന്ന സമാധിയുമായി ബന്ധപ്പെട്ട് ഗോപൻ സ്വാമി, ഞാൻ ഇന്നലെ അവിടെ പോയായിരുന്നു, സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയി സംസാരിച്ചപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പലപ്പോഴായി പറയുന്നുണ്ട്, ഇയാൾക്കൊരു മൂത്ത മകനുണ്ടായിരുന്നു. ആ മകൻ മരിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. അവിടെ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മരിച്ചു. പക്ഷേ ഇതെങ്ങനെയാണ് മരിച്ചതെന്നോ എന്നിട്ട് എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. സ്വാഭാവിക മരണമായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഞാനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റൊന്നുമല്ല, ഈ പറയുന്ന മൂത്ത മകനും മരിച്ചതിന് ശേഷം ഇവരെന്ത് ചെയ്തു, ഇതേ രീതിയിൽ സമാധി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അതൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇന്ന് രാവിലെ അത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ. അപ്പോൾ അതായത് ഇവർ പറയുന്നത് എങ്ങനെയാണ്, ആദ്യം അതിന് മുമ്പേ ഈ വാർത്ത നിങ്ങളൊന്ന് കണ്ടിട്ട് അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഈ വാർത്ത ഒന്ന് കണ്ടു നോക്ക്. ഈ പറയുന്ന ഗോപൻ എന്ന് പറയുന്ന ആൾ വർഷങ്ങളായി ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ കോവില് 2 വർഷം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ നാട്ടുകാരെ ഈ പരിസരത്തോട്ട് ആരും കയറ്റാറില്ല, അവര് തന്നെ കയറ്റാറില്ല. നാട്ടുകാരൊന്നും ഇവിടെ വരല്ല. ഈ ഗോപൻ എന്ന് പറയുന്ന ആള് ആറാലമൂട് മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയാണ്. ഇവര് ഇപ്പൊ മകനൊക്കെ പറയുന്നത് അയാള് സ്വാമി എന്നാണ്. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, നാട്ടുകാർക്കും അറിയാൻ സാധ്യത കുറവാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്, എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് സ്വാമി ആയതെന്നുള്ളത്. പക്ഷെ സമാനമായ ഒരു കേസ് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് നാട്ടുകാരൊക്കെ അറിയാന്നുള്ളതാണ്. അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്ത മകനെ. വീട്ടിനകത്ത് അടക്കിയിട്ടുണ്ട്. ആ വീട് വിറ്റിട്ടാണ് ഇവരിവിടെ വന്ന് 50 സെന്റ് വാങ്ങിച്ച് താമസിക്കുന്നത്. ഇവിടെ എത്ര വർഷമായിട്ടുണ്ടോ ഇവര് താമസിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഒരു 10-20 വർഷം കൊണ്ട് താമസിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു പോലീസ് അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പോലീസിന് സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് കളക്ടറെ അറിയിച്ചു. ഇത് തുറന്ന് പരിശോധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിപ്പോൾ എപ്പോൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതെ, ഈ നാട്ടുകാരുടെ സംശയം മാറ്റിക്കിട്ടണം. ദുരൂഹത ഉണ്ടെങ്കിൽ അത് തെളിയണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊലപാതകമാണോ, ദുരൂഹത ഉണ്ടോ, അത് നാട്ടുകാരുടെ സംശയം മാറി കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് ആരുടെയും വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമൊന്നുമല്ല. വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു നാട്ടുകാരല്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട നാട്ടുകാരും ഈ ഭാഗത്ത് താമസമുണ്ട്. അവർക്കൊന്നും ഇതിനോട് യോജിപ്പില്ലാത്തവരാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ അവർ പറയുന്നത് കണ്ടോ, അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോപൻ പുള്ളി ഒരു സ്വാമിയായിരുന്നു. പുള്ളിക്ക് വേറെ എവിടെയോ ഒക്കെ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി മരിച്ചപ്പോൾ പുള്ളി സമാധിയായത് എന്ന് ഇവർ പറയുന്നത് എന്ന്. ശരി, ഓക്കെ, ഒരു തരത്തിൽ നമുക്കത് വിശ്വസിക്കാം അല്ലെങ്കിൽ സമ്മതിക്കാമെന്ന് വെച്ചത്. പക്ഷേ അവർ മൂത്ത മകൻ എങ്ങനെയാണ് മരിച്ചത്? ആ മൂത്ത മകൻ എങ്ങനെയാണ് ഇവർക്ക് സമാധി ഇരുത്താൻ പറ്റുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞിട്ട് ഇവരെ സമാധി ഇരുത്താൻ വേണ്ടി, അതായത് ഇവിടെയല്ല, ഇവർ ഇതിനു മുമ്പ് മറ്റെവിടെയാണ് താമസിച്ചത്, അത് എവിടെയാണെന്നുള്ളതും തിരക്കണം. മറ്റെവിടെ താമസിച്ചിരുന്നു, അവിടെ വെച്ച് മൂത്ത മകൻ മരണപ്പെട്ടത് എങ്ങനെയാണ്, അതും വളരെ ദുരൂഹമായി തുടരുന്നു. അതും പറ്റുമെങ്കിൽ അതും അവിടെ ചെന്ന് സമീപവാസികളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ മൂത്ത മകൻ മരിച്ചതിന് ശേഷം ഇവർ സമാധി ഇതുപോലെ ഈ ഗോപൻ സ്വാമിയെ ചെയ്തതുപോലെ സമാധിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവിടെയുള്ള നാട്ടുകാർ അതിനെ എതിർത്തു. അതിനുശേഷം ഇവർ ആ വീട്ടിൽ തന്നെ അടക്കി എന്നാണ് പറയുന്നത്. ഒരു മാനസിക വൈകൃതം പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ശരി, അച്ഛൻ സ്വാമിയായിരുന്നു, പണ്ഡിതനായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നു. അതുകൊണ്ട് ശരി, ഓക്കെ, നമുക്ക് ഒരു തരത്തിൽ സമ്മതിക്കാം. പക്ഷെ മകൻ്റെ കേസ് മകൻ സ്വാമിയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പം ആ മകനെ പോലും അവർ ഈ രീതിയിലാണ് സംസ്കാരം ചെയ്യാൻ ശ്രമിച്ചത് എന്നും അവിടുത്തെ നാട്ടുകാർ തടഞ്ഞുവെന്നും അതിനുശേഷം വീട്ടിൽ താമസിക്കുന്ന അവരുടെ ആ ഒരു മാനസിക സ്ഥിതി ആലോചിച്ച് നോക്കി. സ്വന്തം താമസിക്കുന്ന വീട്ടിൽ തന്നെ കുഴികുത്തി അവിടെ അടക്കിയിരിക്കുക സ്വന്തം മകനെ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അതിനുശേഷം അവർ ആ വീടൊക്കെ വിറ്റതിന് ശേഷമാണ് ഇവിടെ ഈ പറയുന്ന ആറാലമൂട്, ബാലരാമപുരം, നെയ്യാറ്റിങ്കര, ഇത് നെയ്യാറ്റിങ്കരല്ല കേട്ടോ, ബാലരാമപുരം ആറാലമൂട് എന്ന് പറയുന്ന സ്ഥലമാണ്. നെയ്യാറ്റിങ്കര അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, എങ്കിലും നെയ്യാറ്റിങ്കരയ്ക്കും ബാലരാമപുരത്തും ഇടയിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ
ഇവരെന്ത് ചെയ്തു, അടക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് ഈ പറയുന്ന ആറാലുമൂടും വന്നിട്ട് ഏതാണ്ട് 20 കൊല്ലത്തോളം ആയി എന്ന് പുള്ളി പറയുന്നു. അതുപോലെ ഈ പുള്ളി പറയുന്ന ഇതിനകത്ത് മറ്റൊരു കേസ് പറയുന്നുണ്ട്, ആ ക്ഷേത്രം അടച്ചിട്ട നിലയിലാണ്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അവിടെ അടച്ചിട്ട നിലയിലൊന്നുമല്ല, ക്ഷേത്രം തുറന്നു തന്നെയാണ് കിടക്കുന്നത്, അവിടെ ഡെയിലി പൂജയുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. അതിൽ ഈ പുള്ളി പറയുന്നതിൽ കുറച്ച് വൈരുദ്ധ്യമുണ്ട്. പക്ഷേ ഈ പൂജ നടക്കുന്നത് അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മൾ സാധാ ക്ഷേത്രങ്ങളിൽ കാണും പോലെ വൈകിട്ടൊന്നുമല്ല. ഇത് എല്ലാ ദിവസവും 2:30-3 മണിക്കാണ് ഇവിടെ പൂജ നടക്കുന്നത് എന്നുള്ളതാണ് ഈ സമീപവാസികൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. 2:30-3 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ ഒരു പാട്ടൊക്കെ ഇട്ട് അതിനകത്ത് ഈ പറയുന്ന ഗോപൻ പോറ്റി ചെന്ന് പൂജ നടത്തും. ഇപ്പോൾ ഗോപൻ പോറ്റിക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇളയപുത്രനാണ് അവിടെ ചെന്ന് പൂജകൾ നടത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുമല്ല ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഇവിടെയുള്ള സമീപവാസികളൊന്നും അവിടെ അങ്ങനെ വലുതായിട്ട് തൊഴാനും കാര്യങ്ങളൊന്നും പോകില്ല. കാരണം പൂജ നടക്കുന്നത് തന്നെ 3:30-ക്ക് എണീറ്റ് പോകുള്ളൂ. അപ്പോൾ ഇവരുടെ കുടുംബപരമായിട്ട് ഇവർ തന്നെ പൂജിക്കുന്നു, ഇവർ തന്നെ എല്ലാം ചെയ്യുന്നു, അങ്ങനെ ഒരു സെറ്റപ്പാണ് അവിടെ. പക്ഷേ അയൽവാസികൾക്ക് നാട്ടുകാർക്കൊന്നും ഇവരെക്കുറിച്ച് പിന്നീട് ഒന്നും പറയാനില്ല. കാരണം ഇവരാരടുത്തൊന്നും മിണ്ടാറില്ല എന്നുള്ളതാണ്. ഒരു ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇവരാരടുത്ത് മിണ്ടുകയോ എടുക്കുകയോ ഒന്നും ചെയ്ത് അവരുടെ ജോലി നോക്കുന്നു, അവർ പൂജ ചെയ്യുന്നു. ഈ പറയുന്ന നമ്മുടെ ശിവരാത്രി അങ്ങനെയുള്ള ദിവസങ്ങൾക്ക് വരുമ്പോൾ അവർ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പിന്നീട് ലൈറ്റും കാര്യങ്ങളും പിന്നീടൊക്കെ വെച്ചുകൊണ്ട് അവരങ്ങ് ആഘോഷിക്കുന്നു എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇവിടെ ഈ കേസ് വന്ന് പോകുന്നത് സത്യം പറഞ്ഞാൽ വൻ ദുരൂഹതയിലേക്ക് പോകുന്നു. മൂത്ത മകൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു, ഇല്ലേ? മൂത്ത മകൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കും. ഇനിയിപ്പോൾ ഇതുപോലെ സമാധി ഇരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതാണോ, അത് നമുക്ക് ചോദ്യചിഹ്നമാണ്. കാരണം ആ മൂത്ത മകനെ മരിച്ചതിനെ കൊണ്ട് എത്ര വയസ്സിൽ ഈ മൂത്ത മകൻ മരിച്ചു, എത്രാമത്തെ വയസ്സിൽ ഈ മൂത്ത മകൻ മരിച്ചു, എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് സമാധി ആക്കാൻ വേണ്ടിയിട്ട് പോയി, ഏതാ പോസ്റ്റ്മോർട്ടം ചെയ്തോ, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതൊക്കെ ഇനിയിപ്പോൾ വൻ ദുരൂഹത, സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം വൻ ദുരൂഹതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പുള്ളി ഈ പറയുന്ന മരിച്ചതിന് ശേഷം നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞ ഒരു 10 മിനിറ്റ് വരെ ശരീരം ഫ്ലെക്സിബിൾ ആയിരിക്കും. ആ 10 നിമിഷത്തിന് അല്ലെങ്കിൽ മരണാവസ്ഥയിൽ ആയ ആ പുള്ളിയെ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് ആ ഒരു കല്ലറ അല്ലെങ്കിൽ ആ പറയുന്ന അവരുടെ സമാധി മണ്ഡപം എന്ന് പറയുന്നത് ഒരാളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു രീതിയാണ്. അതിനകത്ത് പിടിച്ചിരുത്തത് കെട്ടി വെച്ചിരിക്കുക. മൊത്തത്തിൽ അവർ 5-6 കൊല്ലം മുമ്പേ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ കൊണ്ട് ഇരുത്തിയിട്ട് അതിൻ്റെ മേളിൽ ഒരു സ്ലാബ് ഇട്ടാൽ മതി. സ്ലാബ് ഇട്ടിട്ട് കുറച്ച് സിമെൻറ്റൊക്കെ വെച്ച് തേച്ചാൽ മതി. ആ ലെവലിലായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് പിന്നെ നാറത്തില്ലേ എന്നുള്ളതാണ്, ഈ പറയുന്ന ദുർഗന്ധം വമിക്കില്ലേ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. ഇനിയിപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഇനി എന്തെങ്കിലും ചെയ്തു അതിനകത്ത് സിമൻ്റൊക്കെ കുത്തി ഇറക്കി ഒരു പിടുത്തവും ഇല്ല കേട്ടോ. എന്തായാലും ശമ്പളം കൂട്ടി നിൽക്കുന്ന നിലയിലാണ് ആ പുള്ളിയെ എന്തെങ്കിലും അവിടെ സമാധി ഇരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ മരണപ്പെട്ട് ഇരുത്തിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുമ്പേ ഈ പുള്ളി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പുള്ളി ചിലപ്പോൾ മരിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇവർ തൂക്കിയെടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ച് കെട്ടിയതാവാനാണ് ചാൻസസ് കൂടുതൽ. കുറച്ച് മാനസിക വൈകല്യം ഇവർക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഡിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതൊരു കോടതിയുടെ ഉത്തരവ്, എന്തായാലും ഇത് പൊളിക്കണം എന്ന് തന്നെ ആയിരിക്കും. കാരണം നാളെ ഒരു കാലത്ത് വീണ്ടും ഇതുപോലെ ആരെങ്കിലും വന്ന ഒരാൾ വീട്ടിൽ മരിച്ചിട്ട് ഞാൻ എൻ്റെ സൗമ്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സമാധി ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പറയുന്ന വർഗീയത എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ആണല്ലോ, അപ്പം എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണ്ടേ? അവരുടെയൊക്കെ ഈ പറയുന്ന അവരുടെയൊക്കെ എല്ലാവരും മാനസിക നില അനുസരിച്ച് ഇത് പിന്നീട് ഹിന്ദുക്കളുടെ പിന്നീട് മതത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് വർഗീയത വളർത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് അറിയണം, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് നമ്മളെ വീട്ടിലാരെങ്കിലും ഒരാളെ മരണപ്പെടുമ്പോൾ സമാധി അയാളെ പൊളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ കോടതിക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും പൊളിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ന് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തീരുമാനമാകും. കോടതി ഇന്ന് എന്തായാലും ഒരു തീരുമാനമാകും എന്നാണ് ആ ഒരു കല്ലറ പൊളിച്ച് അല്ലെങ്കിൽ ആ സമാധി പൊളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. കല്ലറ പൊളിക്കുമ്പോഴും നമുക്കറിയാൻ പറ്റില്ല അതിൻ്റെ ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയുന്നതെങ്കിൽ ഗോപനൊക്കെ കുടുങ്ങും, ഗോപനും കുടുംബവും മൊത്തം കുടുങ്ങും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.